നമസ്കാരം. മായി വേൾഡിലേക്കും ഇന്നത്തെ ടാരോ ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഒരു കറണ്ട് എനർജിയാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, നിങ്ങൾക്കൊരു റീയൂണിയൻ ഉണ്ടാകുമോ, നിങ്ങൾക്ക് മുന്നോട്ടൊരു സക്സസ് ഉണ്ടാകുമോ എന്നുള്ളൊരു എനർജിയാണ് ഞാനിന്ന് എടുക്കാൻ പോകുന്നത്. അപ്പം ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോൾ മുതൽ കണ്ടു തുടങ്ങുന്നോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതാണ്. ഒരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങളിത് എടുത്താൽ മതി. അതല്ലെങ്കിൽ വിട്ടുകളയുക. ഫോഴ്സ്ഫുള്ളി ഒന്നും നിങ്ങളിലേക്ക് വലിച്ചടുപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. പലരുടെയും എനർജിയുമായിട്ട് സാമ്യമുള്ള ഒരു റീഡിംഗ് ആണിത്. അപ്പോൾ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലിരുന്ന് വളരെ വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുകയും അക്സെപ്റ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ ചാനൽ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഹൈപ്പും തരാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്കിതിലെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മെമ്പേഴ്സിന് പ്രത്യേക പരിഗണനയുണ്ട്. മെമ്പേഴ്സിന് എന്തെങ്കിലും കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സമയം, കറണ്ട് എനർജി, നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തെങ്കിലും അറിയണമെന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായും മെമ്പേഴ്സ് എൻ്റെ വാട്സപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം, റീഡിങ്ങിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാർഡ്സ് എടുക്കാം. ഫസ്റ്റ് കാർഡ് കറണ്ട് എനർജി, ഏസ് ഓഫ് സോൾസ് ആണ് വന്നേക്കുന്നത്. സ്ട്രെങ്ത് എനർജി വന്നിട്ടുണ്ട്. ഓക്കെ, ഡെവിൾ എനർജി വന്നിട്ടുണ്ട്. ക്യൂൻ ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഫുൾ എനർജി വന്നിട്ടുണ്ട്. ചാരിയറ്റ് എനർജി വന്നിട്ടുണ്ട്. മേജർ ആർക്കാന കാർഡാണല്ലോ കൂടുതലും വരുന്നത്. നയൻ ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. 5 ഓഫ് സോൾസ് വന്നിട്ടുണ്ട്. ദ ഹെറോഫൻ കാർഡ് വന്നിട്ടുണ്ട്. ദ എംബറസ് കാർഡ് വന്നിട്ടുണ്ട്. 6 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. ഫോർ ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. ക്യൂൻ ഓഫ് സോൾസ് വന്നിട്ടുണ്ട്. 2 ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട്. കിങ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്. ഓക്കെ, ബോട്ടമായിട്ട് കിട്ടിയേക്കുന്നത് 10 ഓഫ് പെൻഡിക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഒരു കറണ്ട് എനർജി ആയിട്ട് എനിക്ക് കിട്ടിയേക്കുന്ന ഒരു സ്പ്രെഡാണ്. നിങ്ങളുടെ ഒരു കറണ്ട് എനർജി ആയിട്ട് എനിക്ക് ഏസ് ഓഫ് സോൾസ് ആണ് കിട്ടിയേക്കുന്നത്. ഏസ് ഓഫ് സോൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടി, നിങ്ങളൊരു ലക്ഷ്യസ്ഥാനത്തെത്തി, ഒരു സക്സസ്, ഒരു ക്ലിയർ മൈൻഡായി, ഒരു കോൺഫിഡൻ്റായി നിങ്ങൾ, അങ്ങനെ ഒരു എനർജിയാണ് ഏസ് ഓഫ് സോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു വിജയത്തിലെത്തിയിരിക്കുന്നു എന്നുള്ള ഒരു അതിനോടൊപ്പം തന്നെ മനക്കരുത്തും നേടിയിരിക്കുന്നു എന്നുള്ളതാണ് സ്ട്രെങ്ത് എനർജി. ഏത് സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു കരുത്ത് ഇപ്പോൾ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യം, അതിന് കാരണം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങളെ ഇത്രയും പ്യൂരിഫൈ ചെയ്ത് ഇത്രയും സ്ട്രോങ് ആക്കാനുള്ള ഒരു കാര്യം എന്നുള്ളത്.
അപ്പോൾ ഒരുപാട് നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ചീറ്റിംഗ് അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് വിഷമത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളൊരു സാഹചര്യമാണ് എനിക്കിവിടെ കാണുന്നത്. ഈ ഒരു സാഹചര്യം കൊണ്ടായിരിക്കണം നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള, നിങ്ങൾക്കൊരു വ്യക്തത, നിങ്ങളെ ആരും നിങ്ങളെ ചീറ്റ് ചെയ്യാനായിട്ട് ഇനി സാധിക്കത്തില്ല. കാരണം നിങ്ങളെ പറ്റിക്കാനായിട്ട് ഇനി ആർക്കും സാധിക്കത്തില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങൾ എത്തി നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഏത് സാഹചര്യവും നിങ്ങൾക്കിപ്പം അനായാസം മുന്നോട്ട് പോവാനായിട്ടുള്ളൊരു മനക്കരുത്ത്, നിങ്ങൾക്കൊരു സ്ട്രെങ്ത്ത്, നിങ്ങൾക്ക് പോസിറ്റിവിറ്റി, നിങ്ങൾ ആഗ്രഹിക്കുന്ന അത് നിങ്ങളുടെ വിജയമാണ്. ഈ ഒരു എനർജി, ഈ ഒരു വിജയം എന്നുള്ളൊരു നിങ്ങളുടെ വിജയമാണിത്. നിങ്ങൾ പൊരുതി നേടിയ വിജയമാണ്. ഈ ഒരു ഡബിൾ എനർജിയിൽ നിന്നും, ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങൾ ക്യൂൻ ഓഫ് വാൺസ് ആണ്. എന്ന് വെച്ചാൽ ഇതൊരു രാജ്ഞിയാണ്. ആ ഒരു കാര്യങ്ങൾക്ക് ഏത് കാര്യത്തിലും ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കും എന്ന് മനസ്സാലെ ദൃഢനിശ്ചയമെടുത്ത ഒരു വനിത, ആ ഒരു കാർഡാണിത്. എവിടെയും ലീഡർഷിപ്പ് വഹിക്കുന്ന, എന്ന് വെച്ചാൽ മനസ്സിലൊരു കാര്യം നിങ്ങൾ വിചാരിച്ചിരുന്നു, ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ വിട്ടുകൊടുക്കില്ല, നിങ്ങളിത് നേടിയെടുക്കും, നിങ്ങളിത് പൊരുതി നേടിയെടുക്കും എന്നുള്ളൊരു മനസ്സിലൊരു ദൃഢനിശ്ചയം നിങ്ങൾ എടുത്തിരുന്നു. ഒരിക്കലും നിങ്ങൾ തല താഴ്ത്തിയിട്ടില്ല. ഇത്രയും വിഷമങ്ങളിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ തല താഴ്ത്തിയിട്ടില്ല എന്നുള്ളത്, നിങ്ങൾ വിജയിക്കും എന്ന് തന്നെ മനസ്സാൽ നിങ്ങൾ ഉറപ്പിച്ചിരുന്നു. ഇത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ വിജയിച്ച് കയറുമെന്ന് നിങ്ങൾ മനസ്സാലെ ദൃഢനിശ്ചയം എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പാണത്, ജഡ്ജിമെൻ്റാണ് വന്നേക്കുന്നത്. മരിച്ച വ്യക്തികൾ മാലാഖയുടെ മുമ്പിൽ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സാഹചര്യം. അതേ ഒരു ജീവിച്ച പുതിയൊരു ജീവനാണ് നിങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിനി ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങളുടെ വിജയമാണ്. നിങ്ങൾ പൊരുതി നേടിയ വിജയമാണ് ഇവിടെ കാണുന്നത്. ജീവിച്ച ഒരു അവസ്ഥയിൽ തന്നെ ആയിരുന്നു. ഈ ഒരു കാർഡ് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അത്രയ്ക്കോളം നിങ്ങൾ വേദന അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു തീക്കൂടെ നടന്നു വന്നാൽ എങ്ങനെയാണ്, അതേ ഒരു സാഹചര്യമായിരുന്നു നിങ്ങൾ ഇത്രയും നാൾ അനുഭവിച്ച് വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വെയിലത്ത് വാടാത്ത അവസ്ഥ വന്നത്. തീക്കൂടെ നടന്നു വന്നാൽ പിന്നെ വെയിൽ കണ്ടാൽ വാടില്ല എന്ന് പറയും. അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെയാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഫുൾ എനർജി, ന്യൂ ബിഗിനിങ് ആണ് ഇനി നിങ്ങൾക്ക്. ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് പുതിയൊരു തുടക്കത്തിലോട്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ കൈപിടിച്ച് ഉയർത്തിയിരിക്കുന്നത് എന്നിവിടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ചാരിയറ്റ് എനർജി ഞാനിവിടെ പറഞ്ഞല്ലോ, ഈ ഒരു സ്ട്രെങ്ത് എനർജി കൂടുതലും ഇന്ന് മേജർ ആർക്കാന കാർഡാണ്. അത് നിങ്ങളുടെ ഒരു പൊരുതി നേടിയ ഒരു യൂണിവേഴ്സ് നിങ്ങളെ കൈപിടിച്ച് ഉയർത്തി എന്ന് പറയാം. കാരണം നമ്മൾ സത്യസന്ധതയോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏതൊരു സാഹചര്യത്തിലും നമുക്ക് വിജയിക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഏതൊരു സാഹചര്യത്തിലും ഇപ്പം ഏതൊരു കടുത്ത സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ ഉള്ള ഒരു കഴിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ അനുഭവിച്ച് വന്ന വേദനകളിൽ കൂടെ ആയിരിക്കാം, വേദന കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ആ ഒരു എനർജി ഈശ്വരൻ തന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ ഫലമായിരിക്കാം, നിങ്ങൾ നേടിയെടുത്ത വിജയമാണിത്. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ചതിയും വഞ്ചനയും എല്ലാം. പക്ഷേ വിജയിച്ച് നിൽക്കുന്നെങ്കിലും ഉള്ളിലൊരു മനസ്സാലെ ഒരു ഭയമുണ്ട്. ഇനിയും ഈ ഒരു സാഹചര്യം ഉണ്ടാകുമോ, ഇനിയും ഈ ഒരു സാഹചര്യം ആർക്കാണെങ്കിലും ഉണ്ടാവും. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്നല്ലേ പറയാറ്. പഴഞ്ചൊല്ലുകൾക്ക് ആ ഒരു ഇതില്ല, ഒരു പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയും. സത്യമാണ് അതൊക്കെ. നമ്മൾ അത്രയും വേദന അനുഭവിച്ച് വന്ന് നിങ്ങൾക്ക് ആ ഒരു ജീവിതം, നിങ്ങളുടെ ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു ജീവിതം തിരിച്ച് കിട്ടിയ ഒരു സാഹചര്യമാണ് എനിക്ക് ഇന്നത്തെ ഒരു എനർജിയിൽ. അങ്ങനെയുള്ള ചില ആൾക്കാരുടെ എനർജിയാണ് എനിക്കിവിടെ കയറി വരുന്നത്. പൊരുതി നേടിയ വിജയം എന്ന് പറയും. പക്ഷേ എന്നിരിക്കെ ആയാലും മനസ്സുകൊണ്ട് ഒരു ഭയമുണ്ട്. വിജയിച്ച് മാറി നിൽക്കുന്നെങ്കിലും ഉള്ളുകൊണ്ടൊരു ഭയമുണ്ട്. ഈശ്വര, ഇനിയും ഇത് ആവർത്തിക്കപ്പെടുമോ, ഈ ഒരു ചീറ്റിംഗ് എനർജിയിലോട്ട് പോകുമോ എന്നുള്ളൊരു ഉള്ളാലെ ഒരു ഭയം നിങ്ങളിലുണ്ട്. പക്ഷേ അങ്ങനൊരു ഭയം ഇനി വേണ്ട എന്നുള്ളതാണ് ഇവിടെ എനിക്ക് ഇന്നത്തെ റീഡിങ്ങിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ഭയം വെറുതെയാണ്. നിങ്ങൾ ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. വിൽ പവർ ഉണ്ട് നിങ്ങൾക്കിപ്പോൾ. സ്ട്രോങ് ആയിട്ടുള്ള ഏത് സാഹചര്യവും പൊരുതി നേടിയ നിങ്ങൾക്കിനി ഒരിക്കലും ഭയക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ചീറ്റിങ്ങും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെയുള്ളവർക്കൊക്കെ നിഷ്പ്രഭമാവും എന്നുള്ളൊരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്.
നിങ്ങളുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു നല്ലൊരു വ്യക്തിത്വമാണ് നിങ്ങൾ. അങ്ങനെ ഒരു പാരമ്പര്യപരമായിട്ടുള്ള ഒരു ധനം നിങ്ങളിലേക്ക് കടന്നു വരാനും ഒരു ധനപരമായിട്ടുള്ളൊരു ഉയർച്ച ഉണ്ടാവാനും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുക്കാനും ഒക്കെ വരുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങൾക്ക് കുടുംബ സ്വത്തുക്കളൊക്കെ കിട്ടാനും അതിൽ നിന്ന് ധനം കൈവരാനും, അല്ലെങ്കിൽ ഒരു പുതിയ ജോലി നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഒരു ടീച്ചറായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മറ്റുള്ളവർക്ക് നന്മ പറഞ്ഞ് പകർന്നു നൽകുന്ന ഒരു ജോലി ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളിലേക്ക് വരാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. ചിലപ്പം ഒരു കുടുംബ സ്വത്തുക്കൾ നിങ്ങളിലേക്ക് കൈവന്ന് വരാനായിട്ടുള്ളൊരു ഭാഗ്യം നിങ്ങൾക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു റീയൂണിയൻ ഉടനെ ഉണ്ടായി. ഈ ഒരു റീഡിങ്ങിലൂടെ റീയൂണിയൻ ഒരുമിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ചിലവരുടെ എനർജീസാണ് എനിക്കിവിടെ കിട്ടുന്നത്. വളരെ സന്തോഷകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് നിങ്ങളിലേക്ക് ഇനി കടന്നു വരാൻ പോകുന്നത്. ഇനി നിങ്ങൾ ഈ ഒരു ഭയം എന്നൊരു കാര്യം നിങ്ങൾ മറന്നേക്കുക. ഇങ്ങനൊരു കാര്യം ഒരിക്കലും ഇനി നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒരു സാഹചര്യം ഇനി നിങ്ങളിലോട്ട് വരില്ല എന്നുള്ളത് തന്നെയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. വളരെ സന്തോഷകരമായിട്ടുള്ളൊരു മുഹൂർത്തമാണ്. ഒരു സന്തോഷം, ഒരു ഒരുമ, ഒരു ഒത്തുചേരൽ ഒക്കെയുള്ള ഒരു സന്തോഷമാണ് നിങ്ങളിലേക്ക് ഇനി കടന്നു വരാൻ പോകുന്നത്. ഒരു മുന്നോട്ട് സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇനി സാധിക്കും. ഒരു ഭയവും നിങ്ങൾക്ക് വേണ്ട എന്നുള്ളൊരു മെൻ്റൽ ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നിങ്ങളുടെ കാര്യങ്ങൾ എല്ലാം ഇനി ബാലൻസ്ഡ് ആയിട്ട് പോകും എന്ന് തന്നെയാണ് 2 ഓഫ് പെൻറ്റിക്കിൾസ് പറയുന്നത്. ഒരു രാജാവിനെ പോലെ നിങ്ങൾക്ക് പഴയ ആ ഒരു കാര്യങ്ങളെല്ലാം തിരിച്ച് കിട്ടിയോ എല്ലാം ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കാര്യങ്ങൾ വരുന്ന ഒരു സമയമായിട്ടാണ് എനിക്കിപ്പോൾ ഇന്നിവിടെ നിങ്ങളുടെ ഒരു കറണ്ട് എനർജി ആയിട്ട് നിങ്ങളുടെ കുടുംബം നിങ്ങളിലേക്ക് കയ്യിൽ വരുന്നത്. നിങ്ങൾക്ക് ധനം നിങ്ങളുടെ കയ്യിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി ആവട്ടെ, എന്തും നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമായിട്ടാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ എനിക്ക് ബോട്ടമായിട്ട് കിട്ടിയേക്കുന്നതും 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഒരു ധനത്തിൻ്റെയും ഒരു സഫലീകരണത്തിൻ്റെയും ഒരു ഒത്തുചേരലിൻ്റെയും ഒരു ഐക്യത്തിൻ്റെയും ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആയിക്കൊള്ളട്ടെ, ഫാമിലി റിയൂണിയൻ ആയിക്കൊള്ളട്ടെ, എല്ലാം കൊണ്ടും ഒരു സക്സസിൻ്റെ ഒരു കാർഡാണിത്. ഈ ഒരു കാർഡാണ് എനിക്ക് കിട്ടിയത്, ബോട്ടമായിട്ട് കിട്ടിയത്. ഏസ് ഓഫ് കപ്സ്, ഒരു സ്നേഹം, പുതിയ സ്നേഹം നിങ്ങളിലേക്ക്, ഒരു റിയൂണിയൻ, ഒരു പുതിയ ജീവിതം ഒക്കെ കടന്നു വരുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു 5 ഓഫ് കപ്സ്, ഒരു നിരാശ, ഒരു വിഷമം, ആ ഒരു കാര്യമെല്ലാം മാറി കാര്യങ്ങളെല്ലാം ഒരു സമനിലയിൽ, ഒരു നിങ്ങൾ വിചാരിക്കുന്നിടത്ത് എത്തിയതായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നെനിക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ ഒരു ഭാഗ്യചക്രമാണെന്നും പറയാം. ഇപ്പോൾ ഇന്നത്തെ ഒരു റീഡിങ് വെച്ചിട്ട് ഒരു ഭാഗ്യചക്രമാണ് നിങ്ങളിലേക്ക് വരുന്നത്. അത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ സ്നേഹമാണ് നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്കിന്നിവിടെ കിട്ടുന്നത്. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച്, നിങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടിരുന്ന ഒരു സ്നേഹം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന നിങ്ങളുടെ സ്നേഹം, അത് പൂർണ്ണതയോടെ, എല്ലാ പൂർണ്ണതയോടുകൂടിയും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് വീൽ ഓഫ് ഫോർച്യൂൺ കഴിഞ്ഞ് എനിക്ക് കിട്ടിയ ഒരു കാർഡ്സ്. 6 ഓഫ് കപ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച സ്നേഹം, നിങ്ങൾ എന്താണോ മനസ്സിൽ പൊരുതിയത് അതിന് വിജയം കൈവരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു റീഡിങ്ങിൻ്റെ ഇന്നത്തെ ഒരു സ്പ്രെഡായിട്ട് നിങ്ങളിലേക്ക് വരുന്ന യൂണിവേഴ്സിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് തന്നെ ഇത് കാണാം. നിങ്ങൾ ഇത്രയും നാൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു കഷ്ടപ്പാടിൽ നിന്നൊരു മോചനമാണ് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഏഞ്ചൽസ് കാർഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്ലാരിറ്റിയും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ 5 കാർഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് കാർഡ് കിട്ടിയേക്കുന്നത് ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്നാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ ഇംപ്രൂവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് കാർഡ് കിട്ടുന്നത്. സെക്കൻഡായിട്ട് ലെറ്റ് ഗോ, മുന്നോട്ട് പൊക്കോളൂ, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോളൂ. റിക്കവറി എന്നാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഒരു റിക്കവറിയാണ്, നിങ്ങൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു റിക്കവറിയാണ് നിങ്ങളിലേക്ക്. എല്ലാത്തിൻ്റെയും ഒരു അവസാനം വന്നിരിക്കുന്നു. നിങ്ങൾക്കിനി ഒരു നല്ലൊരു സമയമാണ്. റൊമാൻസാണ് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് ഒരു പുതിയ സ്നേഹം, നിങ്ങൾ ആഗ്രഹിച്ച സ്നേഹം, അതല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച സ്നേഹം നിങ്ങളിലേക്ക് കടന്നു വരുന്നു. ഇനി നിങ്ങൾക്ക് മുന്നോട്ട് പെർഫെക്റ്റ് ടൈമിംഗ് ആണ് എന്നുള്ളതാണ് ഏഞ്ചൽസ് കാർഡ് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ഇനി മുന്നോട്ട് നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്നേഹം നിങ്ങളിലേക്ക് കടന്നു വരുന്നു. ഇത്രയും നാൾ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട ആ ഒരു സ്നേഹം നിങ്ങളെ വിഷമിപ്പിച്ച് കളഞ്ഞ്, നിങ്ങളെ തകർത്ത് കളഞ്ഞ്, നിങ്ങളെ ഇത്രയും സ്ട്രോങ് ആക്കി, നിങ്ങളെ ഒരു വിഷമം കൊണ്ട്
അപ്പം നിങ്ങൾ പൊരുതി നേടിയ ഒരു വിജയമാണ് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ കുറച്ച് ക്ലൂസ് ഉണ്ട്, നമുക്കതും കൂടെ നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ക്ലൂസ് ഇവിടെ ഷഫിൾ ചെയ്തിട്ടിട്ടുണ്ട്. ഇന്നത്തെ റീഡിങ്ങിനെ ടച്ച് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ക്ലൂസാണ്. രോഹിണി എന്ന നക്ഷത്രം വന്നിട്ടുണ്ട്, കണ്ണൂർ എന്ന സ്ഥലം വന്നിട്ടുണ്ട്, 1981 വന്നിട്ടുണ്ട്, 1990 വന്നിട്ടുണ്ട്, കാസർഗോഡ് എന്ന സ്ഥലം വന്നിട്ടുണ്ട്, തിരുവനന്തപുരം എന്ന സ്ഥലം വന്നിട്ടുണ്ട്, 1986 വന്നിട്ടുണ്ട്, നമ്പർ 21 വന്നിട്ടുണ്ട്, റാന്നി എന്ന് പറഞ്ഞ സ്ഥലം വന്നിട്ടുണ്ട്, നെയ്യാറ്റിൻകര എന്ന് പറഞ്ഞ സ്ഥലം വന്നിട്ടുണ്ട്, നമ്പർ 9 വന്നിട്ടുണ്ട്, 31 വന്നിട്ടുണ്ട് അക്കം, കാർത്തിക എന്ന നക്ഷത്രം വന്നിട്ടുണ്ട്, തിരുവാതിര നക്ഷത്രം വന്നിട്ടുണ്ട്, എറണാകുളം സ്ഥലം വന്നിട്ടുണ്ട്, മകം എന്ന നക്ഷത്രം വന്നിട്ടുണ്ട്, അതർ കൺട്രീസ് വന്നിട്ടുണ്ട്, ഭരണി എന്ന നക്ഷത്രം വന്നിട്ടുണ്ട്, മകയിരം നക്ഷത്രം വന്നിട്ടുണ്ട്, ആയില്യം നക്ഷത്രം വന്നിട്ടുണ്ട്, 18 എന്ന അക്കം വന്നിട്ടുണ്ട്, ആലപ്പുഴ സ്ഥലം വന്നിട്ടുണ്ട്, കൊല്ലം എന്ന സ്ഥലം വന്നിട്ടുണ്ട്, രേവതി എന്ന നക്ഷത്രം വന്നിട്ടുണ്ട്, തലശ്ശേരി എന്ന സ്ഥലം വന്നിട്ടുണ്ട്, കോഴിക്കോട് എന്ന സ്ഥലം വന്നിട്ടുണ്ട്, ലാസ്റ്റായിട്ട് അത്തം എന്ന നക്ഷത്രം വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു റീഡിങ്ങും ആയിട്ട് എനിക്കിതാണ് കിട്ടിയത്. തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്റ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയാവുന്നതാണ്. അപ്പം ഓക്കെ, അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് നാളെ കാണാം. താങ്ക് യു.